JP ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പഴയകാല നടൻ രതീഷ് സാറിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആലപ്പുഴ കലവൂരിൽ പുത്തൻപുരയിൽ രാജഗോപാൽ പത്മാവതിയമ്മ ദമ്പതികളുടെ മകനായി 1954 സെപ്റ്റംബർ 11 ജനിച്ചു. മലയാള ചലച്ചിത്ര രംഗത്ത് നായകനായും വില്ലനായും തിളങ്ങിയ അഭിനേതാവായിരുന്നു രതീഷ്. ജയൻ്റെ മരണശേഷം 80കളിൽ മലയാള സിനിമയിലെ സൂപ്പർ താരം രതീഷായിരുന്നു. 1977 പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന സിനിമയിലൂടെയാണ് രതീഷ് ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. സഹസംവിധായകനാകാൻ KG ജോർജിനെ കാണാനെത്തിയ ആ ചെറുപ്പക്കാരനെ 1979 KG ജോർജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെ അഭിനേതാവായി അവതരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഉൾക്കടൽ എന്ന ചിത്രത്തിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ ഡേവിസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം തൻ്റെ അവിസ്മരണീയമായ അഭിനയത്തിലൂടെ അനശ്വരമാക്കി. പിന്നീട് തേരോട്ടം എന്ന ചിത്രത്തിൽ സഹനായകനായി അഭിനയിച്ചെങ്കിലും ഈ ചിത്രം പുറത്തിറങ്ങിയില്ല. 1981 പുറത്തിറങ്ങിയ തുഷാരം എന്ന ഐവിശ ചിത്രത്തിലാണ് രതീഷ് ആദ്യ നായകവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മലയാളത്തിൻ്റെ ആക്ഷൻ താരം ജയന് വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ ഈ കഥാപാത്രത്തെ രതീഷ് മികവുറ്റതാക്കുകയും നായകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. 1981 മുതൽ 88 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് രതീഷ് മലയാള സിനിമയിലേക്ക് സജീവമാകുന്നത്. ഈ കാലയളവിൽ മോഹൻലാലും മമ്മൂട്ടിക്കൊപ്പം ഈ നാട്, രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, അബ്കാരി, ജോൺ ജാഫർ ജനാർദ്ദൻ എന്നിങ്ങനെ നിരവധി ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടു. 1990 രതീഷ് ചലച്ചിത്ര രംഗത്ത് നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കമ്മീഷണർ എന്ന സിനിമയിലെ മോഹൻ തോമസ് എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. ഈ സിനിമയിലൂടെയാണ് രതീഷ് ചലച്ചിത്ര രംഗത്തേക്ക് മടങ്ങി വരുന്നത്. ഈ കാണുന്നതാണ് മലയാളം ആക്ടർ രതീഷ് സാറിൻ്റെ വീട്. ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ മെഗാ പരമ്പരയായ വേനൽമഴയിലെ നായക കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്.